എൻ്റെ നിയമങ്ങളെ പാലിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴേ അവരെ പറഞ്ഞു വിടുക ചെയ്യുന്നത്. അവരെ കൂട്ടത്തിൽ നിർത്തില്ല, അകറ്റിവിടും. എവിടെയാണോ അവർക്ക് നിയമം പാലിക്കാൻ പറ്റുന്നത് അവിടേക്ക് പോവുക. അങ്ങനെയാണ് ഞാൻ. ഇതെന്റെ യഥാർത്ഥമായ രീതികളാണ്. അപ്പോൾ കർശനമായ നിയമങ്ങളാണ് ലൈവിലൂടെയുള്ളത്. എന്താണ് ഇത്തരം നിയമങ്ങൾ ഞാൻ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ, അത് പണ്ടും ഇങ്ങനെയായിരുന്നു, ഇപ്പോഴും ഇങ്ങനെയാണ്. എനിക്ക് ഒരു സെക്കൻഡ് ഒരാളെയും കൂടെ അറിയിപ്പിക്കട്ടെ ലൈവാണെന്ന്. എന്താന്ന് വെച്ചാല്, ഞാൻ കുറെ ആളുകളെ ഈ മീഡിയ വഴി, യൂട്യൂബ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ വഴി, ഒന്നും രണ്ടും ആളുകളെയൊന്നുമല്ല, ഒരുപാട് മനുഷ്യരെ ഞാൻ പരിചയപ്പെട്ടു. എനിക്ക് മാത്രമേ അറിയുള്ളൂ ആരൊക്കെയാണ് ഞാൻ പരിചയപ്പെട്ടതെന്ന്. മറ്റാർക്കും അറിയില്ല. എന്നാൽ ഇവിടെ വന്ന് കമന്റ് എഴുതി വെക്കുന്ന ചിലര്, ഞാൻ ഏതൊക്കെ പേരാണോ കൂടുതൽ പറയുന്നത് അവരുടെ പേര് മാത്രം എഴുതി വെച്ചിട്ട്, നാഗയുടെ കൂട്ടുകാർ ഇവർ ഇത്രയും പേരാണ് എന്ന് എഴുതി വെക്കുന്ന ഒരു ID ഞാൻ കണ്ടു. നാഗയുടെ കൂട്ടുകാർ അവർ അത്രയും പേരാണ് എന്ന്. ഒരിക്കലുമല്ല. എന്നെ ഇഷ്ടപ്പെടുന്ന ഓരോ ആളുകളും എൻ്റെ സൗഹൃദങ്ങളാണ്. ഈ ലോകത്തിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഓരോ ആളുകളും എൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്നവരാണ്. എന്നാൽ അവരെല്ലാം തന്നെ എൻ്റെ സൗഹൃദത്തിൽപ്പെട്ടവരല്ല. വളരെ മോശപ്പെട്ട വാക്കുകൾ പറയുന്നവരുണ്ട്. അവരൊരിക്കലും എന്നേക്ക് എൻ്റെ കൂട്ടുകാരായിട്ട് കാണാനും കേൾക്കാനും കഴിയില്ല. ദേഹം മരിക്കുന്ന നിമിഷം വരെ അവരെങ്ങനെയാണോ എന്നെ കാണുന്നത് അതേപോലെ തന്നെ അവരുടെ ഉള്ളിൽ ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാകും. അതിനൊരു മാറ്റവും ഇല്ല. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുടെ പേര് ഒരു ID വന്ന് എഴുതി വെക്കും. നമ്പൂതിരി, മിനി രാധ, തമ്പുരു, അഭിശ്രീ, ശ്രീനിവാസ് എന്നൊക്കെ പറഞ്ഞ ഒരു ID വന്ന് എഴുതി വെക്കുക പതിവാണ്. അത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇവിടെ. അത് ആ ID-യുടെ കാഴ്ചപ്പാടുകൾ മാത്രമാണ്. ഞാൻ അത്രയും പേരെ മാത്രമേ കൂട്ടുകൂടുള്ളൂ, അത് മാത്രമാണ് എൻ്റെ സൗഹൃദങ്ങളെന്ന് ആ ID-യുടെ തോന്നലുകളാണ്. കാരണം അയാളുടെ ലോകം ഇത്രയും പേരും മാത്രമാണ്. ഞാനിവരുടെ പേര് എടുത്തെടുത്ത് പറയുന്നത് കൊണ്ട് ആ വിവരദോഷിയുടെ, വിവേകമില്ലാത്ത ആളിന്റെ വിചാരം അത്രയും പേരുമായിട്ട് മാത്രമാണ് ഞാൻ കൂട്ടുകൂടുന്നതെന്ന്. ഒരിക്കലുമല്ല. വാട്സപ്പിലെ, ഇൻസ്റ്റാഗ്രാമിലെ, ഫേസ്ബുക്കിലെ ഒക്കെയും ആളുകൾ, യൂട്യൂബിലെ ഒക്കെ എന്നെ വന്ന് കൂട്ടുകൂടാറുണ്ട്, മിണ്ടാറുണ്ട്. അത് മാത്രമല്ല, ഇവിടെ നേരിട്ട് വരാറുണ്ട്. അപ്പോൾ ഇടുങ്ങിയ ഒരു ലോകത്ത് നിന്ന് ജീവിക്കുന്ന ആ ID, കഴിഞ്ഞ ദിവസം IDക്ക് പല ID-കളുണ്ട്. ഒരാള് തന്നെ പല പേരിൽ ID-കൾ എടുക്കും. യൂട്യൂബ് ചാനൽ എന്ന് പറയാനും പറ്റില്ല, ID-കൾ എടുക്കും.
ഒരാളായിരിക്കും എടുക്കുന്ന പല പേരുകളില്. ഒരാള് ചിലപ്പം 20 ID വരെയൊക്കെ കാണും. അതെങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാല്, നമ്മൾ സ്വയം ഓരോ ചാനലും ഉണ്ടാക്കിയാൽ മതി. എനിക്ക് തന്നെ 10-40 കൂടുതൽ ചാനലുകളുണ്ട്. അതൊക്കെ തന്നെ ചാനലുകളാണ്, ആരെ ഉപദ്രവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഐഡികളല്ല, അത് ചാനലുകളാണ്. ഈ ഐഡികളാണ്, അതിലാണ് വീഡിയോ ഇട്ട് ഒരു ചാനലായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഓരോ ഐഡികൾ ഓരോരുത്തരും ഉണ്ടാക്കുന്ന ഐഡികളാണ്. എന്താണ് ഞാൻ പറഞ്ഞത്? നിങ്ങളുടെ എല്ലാം പേരില് നിങ്ങൾക്ക് ഇപ്പൊ ഓരോ പേരില് ഓരോ ഐഡി എടുക്കുന്നില്ലേ? ആ ഐഡികളിലെ ഓരോ ഓരോ വീഡിയോസുകളും പോസ്റ്റുകളും ഒക്കെ എഴുതി മെല്ലെ അതങ്ങ് ചാനലായി മാറും. ഇന്ന് വരെ ഇക്കാലം അത്രയും ഒരാളെയും ഉപദ്രവിക്കുവാനായിട്ട് ഞാനൊരു ഐഡിയോ ഒരു ചാനലോ എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലായി എന്നാകാതെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവിടെ നിന്ന് എന്നെ ഇങ്ങോട്ട് നോക്കുന്ന ആൾക്ക് എനിക്ക് കുറച്ച് സൗഹൃദങ്ങൾ ഉണ്ടെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. ഒരിക്കലുമല്ല. മനുഷ്യന്റെ ലോകത്ത് നിന്നും വിട്ട് ഞാൻ ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മേഘങ്ങളെയും മഴകളെയും നിങ്ങൾ ഉണ്ടാക്കി വെച്ച ദൈവങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. പിന്നെ എൻ്റെ കണ്ണ്, മൂക്ക്, നാക്ക്, വായ, എൻ്റെ ശരീരം ഒക്കെയും അവയോടൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ.